ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അവരൊക്കെ ഇപ്പോൾ നമ്മളെ കുടുംബക്കാരാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കും അതുപോലെ സുഖമാണെന്ന് ഞാനും വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി, ഇപ്പോൾ കുട്ടികൾക്ക് ലീവാണല്ലോ, നമ്മളിവിടെ ദസറൻ്റെ ലീവാണല്ലോ. അപ്പോൾ എല്ലാവരും അനിയത്തി മക്കളൊക്കെ വിരുന്ന് വന്നിട്ടൊക്കെ ഉണ്ടായത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ എന്താക്കിയ ഉച്ചക്ക് കറി ഒരു കഷ്ണം ചേന എൻ്റെ അടുത്ത് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ അതും മമ്പയറും കൂടി കറി വെക്കാമെന്നും പറഞ്ഞിട്ട് അനിയത്തിൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പുറം നിൻ്റെ അടുത്ത് മമ്പയറുണ്ടോ, എൻ്റെ അടുത്ത് ഇല്ലയെന്ന് ചോദിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് പോയതാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു പ്ലാനിങ് ആയത്, നമുക്ക് കൂട്ടുകറി വെക്കാം, പടുകൂട്ടാനും അറിയില്ലേ, അങ്ങനെ കൂട്ടുകറി വെക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ചേമ്പുത്തും പപ്പായും ചേമ്പിൻ്റെ തണ്ടും പൂളയും കുമ്പളങ്ങയും കറിക്കായും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂട്ടുകറി വെക്കൂലല്ലേ. ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വെച്ച് തിന്നുമ്പോൾ നമുക്ക് അതിനോടൊന്നും ഒരു വലിയൊരു കമ്പം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി അനിയത്തികളും വല്യമ്മയും അളാമാരും എല്ലാവരും കൂടിയിട്ട് അതൊരു വൈബ് വേറെ തന്നെയാണ് മക്കളെ. അതൊന്ന് പറഞ്ഞറിയിച്ചാലാവില്ല. അപ്പം നമ്മൾ മാക്സിമം എല്ലാവരും നമ്മൾ ലീവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ നിക്കൊല്ലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ അവിടെയാണ് അനിയത്തിൻ്റെ അവിടെയാണ് വെച്ചത്. എൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മളപ്പുറം ഇപ്പുറമൊക്കെ തന്നെ അല്ലേ, കാന്താരിയും ചെറിയ ജീരകവും ഉള്ളിയും പുളിയും തേങ്ങയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ഫ്രഷ് കാന്താരി, നല്ല എരിവില്ല പച്ച കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് നല്ല ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ പുളിയും കൂട്ടിയിട്ട് ചേമ്പും ചേനൊക്കെ അല്ലേ, അപ്പം നമ്മൾ പുളി എന്തായാലും ഇടണമല്ലോ. അതൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് ഞാൻ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകുക കേട്ടോ. ഇപ്പുറത്ത് അപ്പുറം ചാടുക, അപ്പുറത്ത് ഇപ്പുറം ചാടുക. ഇതന്നെ ഇപ്പം മെയിൻ അനിയത്തി പെര കൂടിയ പിന്നെ ഇതന്നെ ഇപ്പോഴത്തെ പണി. ഇപ്പുറത്ത് അപ്പുറം ചാടുക, അപ്പുറത്ത് ഇപ്പുറം ചാടുക. അങ്ങനെ ഇത് കറിക്കായി പിന്നെ മുറിച്ചാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് പിന്നെയാണ് മൊയ്സ് കപ്പ കൊണ്ടുവന്നത്. കപ്പ കിട്ടിയിട്ടില്ല, ടൗണിൽ നിന്ന് കപ്പ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കപ്പയും കറിക്കായും കൂടിയും കൂട്ടിയിട്ട് ഇടാൻ പറഞ്ഞിട്ട് അതും നന്നാക്കി ഇടുകയാണ്. ടേസ്റ്റാണല്ലോ, കപ്പ ഇട്ടാലും ഒന്നും കൂടി ഒരു ടേസ്റ്റാണ്. അപ്പോൾ 2 കിലോ കപ്പയിൽ 1/2 കിലോ കപ്പ തിന്ന് തീർത്താവും വേറെ കാര്യം. അപ്പോൾ ഈ പടുകൂട്ടാനിലേക്ക് ചെറുപയറും മമ്പയറും കൂട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരും കൂട്ടുകറി വെക്കുമ്പോൾ ചെറുപയറും മമ്പയറും കൂട്ടി നോക്കി. ഇനി കടലുകൾ അങ്ങനത്തെ എന്തുവാണെങ്കിലും കൂട്ടാം. അങ്ങനെ അത് നല്ല വെന്ത് ഒരു ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് നല്ല കടുവറുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളിയും കരിവേപ്പിലയും കടുകും ഇതൊക്കെ ഇട്ട് നല്ലോണം കടുവർ. പിന്നെ ഇത് ഒരു ചടങ്ങാണ്, ഒരു അടിപൊളി സംഭവമാണ് ഇത് വിളമ്പി കൊടുക്കൽ. ഇതൊന്നും വോയിസ് ഓവർ കട്ടാക്കാതെ ഇടാൻ പറ്റൂല മക്കളെ. ഇതെല്ലാം വോയിസ് ഓവർ ഇട്ട് കട്ടാക്കിയേ പറ്റുള്ളൂ. പിന്നെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് എല്ലാവരും കൂട്ടം വാക്കും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അടിപൊളിയാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു അടാറ് വീഡിയോ ഇന്നലെ രാത്രിക്കത്ത് ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യും.